ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 27-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതില്, അതിൻ്റെ തിരശ്ശീല, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ കണ്ടു. വാതിൽ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത് താമ്ര യാഗപീഠത്തെക്കുറിച്ചാണ്. 27-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും 38-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും താമ്ര യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ നീളം വീതി 5 മുഴം നീളം, 5 മുഴം വീതി, അത് കതിര മരം കൊണ്ടുണ്ടാക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പുകൾ ഉണ്ടാകണം. കൊമ്പ് അതിൽ തന്നെ ഉണ്ടാക്കണം. താമ്ര യാഗപീഠം പാപത്തിൻ്റെ ഭീകരതയാണ് ഇവിടെ കാണിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് നമുക്കറിയാം. യാഗം കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് പിന്നെ ശുദ്ധീകരിക്കുവാൻ, പാപത്തെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ മൃഗയാഗങ്ങളൊക്കെയും കാൽവറിയിൽ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴലായി സംഭവിക്കുകയാണ്. ഈ കൊമ്പുകളിലാണ് ആടുകളെ കൊണ്ടുചെന്ന് കെട്ടുന്നത്. യാഗത്തിനുള്ള മൃഗത്തെ താമ്ര യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കൊണ്ട് കെട്ടിയിട്ടാണ് അതിനെ അവിടെ വെച്ച് യാഗമായി അർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവും യാഗമർപ്പിക്കാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞ്, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ മൃഗത്തിന്മേൽ പുരോഹിതൻ ഇനി കൈവച്ച് പാപത്തെ അതിന്മേൽ ആവഹിക്കണം. എന്നിട്ടാണ് അതിനെ യാഗമായി അർപ്പിക്കുമ്പോൾ ആർക്കു വേണ്ടി യാഗമർപ്പിച്ചു അവൻ്റെ പാപപരിഹാരം അവിടെ ലഭിക്കുകയാണ്. സ്നാപക യോഹന്നാൻ യേശുവിനെ യോർദാനിൽ വെച്ച് യേശുവിൻ്റെ മേൽ കൈവച്ചപ്പോൾ, ആ സ്നാനം അവിടെ സംഭവിച്ചപ്പോൾ ലോകത്തിൻ്റെ പാപം മുഴുവൻ യോഹന്നാനിലൂടെ യേശു തമ്പുരാൻ ഏറ്റുവാങ്ങുന്നുവെന്ന് സുറിയാനി സഭാപിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം യോഹന്നാൻ ആ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവനാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടില്ല. പഴയ നിയമത്തിൽ നമുക്കറിയാം, മോശയും പുരോഹിത ശുശ്രൂഷ അവിടെ ചെയ്തിട്ടില്ല. 99-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിക്കുന്നതിൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും എന്നാണ്. മോശ ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. പക്ഷേ ദേവാലയ ശുശ്രൂഷയല്ല അദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. എന്നാൽ അഹ്റോനെ പട്ടം കെട്ടിച്ചതും അഭിഷേകം ചെയ്തതും എല്ലാം മോശയാണ്. പൗരോഹിത്യ നൽവരമില്ലാത്തവന് നൽകാൻ സാധിക്കില്ലല്ലോ. മോശ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേരെന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ ആ ഒരു സ്നാനത്തിൽ ആ ഒരു കാര്യം സഭാപിതാക്കന്മാർ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ കർത്താവോടെ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് യാഗമായി അവൻ അർപ്പിക്കപ്പെടുകയാണ്. ഇവിടെയും അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ താമര യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ആടിനെ കൊണ്ടുവന്ന് കെട്ടുന്നതും പിന്നീട് അതിനെ യാഗമായിട്ട് അർപ്പിക്കുന്നതും. ആ ആടിൻ്റെ രക്തം ആർക്കു വേണ്ടി യാഗം അർപ്പിക്കപ്പെട്ടുവോ അവന് പാപപരിഹാരം നൽകുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തം, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് 1 യോഹന്നാൻ 1-7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുമുണ്ടല്ലോ. ഇവിടെ ഇത് പണിയേണ്ടത് കതിരമരം കൊണ്ടാണ്.
കതിര മരം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ അത് സൂചിപ്പിക്കുന്നു. താമ്രം കൊണ്ട് അതിനെ പൊതിയണം. ന്യായവിധിയുടെ അഗ്നിയെ ചെറുത്ത് നിൽക്കുവാനുള്ള തൻ്റെ ശക്തിയാണത് കാണിക്കുന്നത്. ഇവിടെ യാഗമർപ്പിക്കുമ്പോൾ ഈ യാഗപീഠം ആ അഗ്നി അവിടെ വരുമ്പോൾ അത് കത്തിപ്പോകുന്നില്ല. കാരണം താമ്രം കൊണ്ട് അത് പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ന്യായവിധിയെ ചെറുക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ ബല, യേശുക്രിസ്തുവിൻ്റെ മഹാബലി ശക്തിയെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഭാഗങ്ങളൊക്കെയും വായിക്കുമ്പോൾ പുതിയ നിയമവുമായി അതിനെ താരതമ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ പുരോഹിത വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അഹറോനെയും അവൻ്റെ മക്കളെയും പുരോഹിത കർമ്മം ചെയ്യുന്നവരെയൊക്കെയും മഹത്വമേറിയ വസ്ത്രം അവരെ ധരിപ്പിക്കണം, ഏഫോദുണ്ടാകണം. ഇസ്രായേലിൻ്റെ മക്കളുടെ പേര്, ഇസ്രായേലിൻ്റെ മക്കൾ എന്നുള്ള പറയുന്നത് ഗോത്രപിതാക്കന്മാരാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബിനെ കുറിച്ചായിരുന്നല്ലോ. യാക്കോബിൻ്റെ 12 മക്കളുടെ പേരുകൾ പുരോഹിതന് യാഗമർപ്പിക്കുമ്പോഴൊക്കെയും അവരുടെ ആ മാറിടത്തിൽ ഏഫോദിൽ അത് ഒക്കെയും അത് അവിടെ ധരിക്കുകയും അത് അവരുടെ പേരുകൾ അവിടെ എഴുതി വയ്ക്കുകയും ചെയ്യണം. അവരാണ് അതിൻ്റെ അടിസ്ഥാനം. യേശുക്രിസ്തുവെന്ന് അതുകൊണ്ടാണ് എഫേസ്യർ 2:20 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേൽ സഭ അവിടെ പണിയപ്പെടുകയാണ്. അപ്പം ആ രീതിയിൽ ആണ് അവർക്ക് മഹത്വമേറിയ വസ്ത്രം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുക. ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇവിടെ യാഗമർപ്പിക്കുകയും അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ആ മഹത്വ വസ്ത്രം അവർ ധരിക്കാനുള്ള കാരണം. പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കാനാണ് മനോഹരമായ കാപ്പകളും മറ്റു വസ്ത്രങ്ങളൊക്കെ പുരോഹിതന്മാർ ഇവിടെ ധരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ പുതിയ നിയമ യാഗമായ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുകയും ചെയ്യുന്നത്. അതിനെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതെല്ലാം യേശുക്രിസ്തുവിൽ വന്ന് പൂർണ്ണമായി എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ഇന്ന് 28-ാം അധ്യായം നിങ്ങൾ വായിക്കുക. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി ഈ പുരോഹിത വസ്ത്രത്തെക്കുറിച്ചും അതെങ്ങനെ അത് ഉപയോഗിക്കണം, ഏത് രീതിയിൽ അവർ പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ വായിച്ച് അതിനെ പുതിയ നിയമവുമായി ഇപ്പോഴത്തെ നമ്മുടെ ആരാധനയുമായി ബന്ധിപ്പിച്ച് ഒക്കെയും മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.